ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവളുടെ കൂട്ടത്തിൽ ഒരു പുരുഷൻ ഉണ്ടാവുക എന്നാണ്. എന്നാൽ ഞാൻ പറയും അവൾക്കൊരു ജോലി ഉണ്ടാവുക എന്നാണ്. ഒരു ജോലിയുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആഗ്രഹങ്ങളും അവൾക്ക് ഉണ്ടാവുന്ന ആ ഒരു കോൺഫിഡൻസും അതൊന്ന് വേറെ ലെവൽ തന്നെയാണ്. അതൊരു ആകാശം പോലെ ലിമിറ്റ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ മാസവും സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ ആ കാണുന്ന മെസ്സേജ് നമുക്ക് തരുന്ന ഒരു കിക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്, അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുക, അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ പറ്റുക, നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുക, അതേപോലെ നമ്മുടെ പേരൻസ് എങ്ങനെയാണോ നമ്മളെ ട്രീറ്റ് ചെയ്തത് അതിൻ്റെ 2 ഇരട്ടിയായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുക. ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഒരു ഷോപ്പിങ്ങിന് പോയാലാണെങ്കിലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പൈസ നോക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ഇപ്പോഴും പല സ്ത്രീകളും ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ പലരുടെയും കീഴിൽ നിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് അവരനുഭവിക്കുന്ന കുറേ ദുരനുഭവങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പത്രത്തിൽ കൂടെയും പല മീഡിയാസിൽ കൂടെയും കാണുന്നുണ്ട്. ഒരു ജോലി എന്നത് എത്രമാത്രം അനിവാര്യമാണ് എന്ന് ഒരു പെൺകുട്ടിയെ, എസ്പെഷ്യലി പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. എഡ്യൂക്കേഷൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ തുടങ്ങുന്ന ശമ്പളം, അപ്പോൾ ഇതിപ്പം ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, വേണ്ട 1000 രൂപ ആയിക്കോട്ടെ, ആ 1000 രൂപ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അത് ആ എമൗണ്ടിനൊരു വാല്യൂ ഉണ്ടാവും. നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട്. സ്വന്തമായിട്ട് ഏൺ ചെയ്ത് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട്. അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. സത്യത്തിൽ നമ്മളെപ്പോഴും ഈക്വാലിറ്റിയെ കുറിച്ച് പറയും. ഒരിക്കലും ഒരു സ്ത്രീയും ആരും ഡിപ്പെൻഡഡ് ആവാൻ പാടില്ല. ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് എപ്പോഴും പറഞ്ഞാലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു എന്താ പറയുക, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. എന്നാൽ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ആ ഒരു ഏറ്റക്കുറച്ചിലിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാണ്? ഒരു പൈസയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. 4 ആൾ കൂടുന്നിടത്ത് ഒരു ഏർണിംഗ് മെമ്പർ ആണ്, അല്ലെങ്കിൽ ഫാമിലി ടേക്ക് കെയർ ചെയ്യാൻ കേപ്പബിൾ ആണ് എന്നറിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നൊരു റെസ്പെക്റ്റ് ഉണ്ട്. ഇതൊക്കെ ഈ ഒരു പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം ത്രൂ കിട്ടുന്നൊരു സംഭവമാണ്. പണ്ട് സ്കൂളിലൊരു ഡിബേറ്റിന് മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നൊരു ടോപ്പിക് ഉണ്ടായി. ആ ഒരു ടോപ്പിക്കിനെതിരെ നിന്ന് സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡിബേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കും അതുപോലെ പോയിന്റുകളും തപ്പിപ്പിടിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ഏർണിംഗ് മെമ്പർ ആയതിനു ശേഷമാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. അത് ഞാൻ ചെയ്ത് തന്നെ നമ്മൾ അറിയണം. സോ ഓൾ ദ ഗേൾസ് ഔട്ട് ദെയർ, ഫിനാൻഷ്യൽ ഫ്രീഡം അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വേണം.